ബി.ജെ.പിയിൽ പൊട്ടിത്തെറി രൂക്ഷം. വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും അവഗണിച്ച് ദേശീയ നേതൃത്വം. പുനഃസംഘടനയിൽ രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ അധികാരമെന്ന് ദേശീയ നേതൃത്വം. സ്വാതി സന്തോഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സ്വാതി, കെ സുരേന്ദ്രനും വി മുരളീധരനും അടക്കമുള്ള നേതാക്കന്മാർക്ക് വലിയ രീതിയിലുള്ള അവഗണനകൾ നേരിടുന്നു. ഇത് കോർ കമ്മിറ്റിയിലടക്കം വിമർശനങ്ങളായി ഉയർന്നതാണ്. പക്ഷേ ദേശീയ നേതൃത്വം ഇതാ രാജീവ് ചന്ദ്രശേഖരനൊപ്പമാണ്. കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും തള്ളുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? അജിംഷാദ്, തീർച്ചയായും ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ BJP നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾക്ക് കാരണമായിട്ടുണ്ട്. ചേരിപ്പോര് രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ഈ വിമത നീക്കം തടയുന്നതിന് വേണ്ടി എന്ത് നടപടിയും സ്വതന്ത്രമായി തീരുമാനിക്കുവാനുള്ള അധികാരം സംസ്ഥാന BJPയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ തന്നെ സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള അതൃപ്തി തുടരുന്ന സാഹചര്യമുണ്ട്. എന്നാലും കഴിഞ്ഞ നേതൃയോഗത്തിൽ, നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തന്നെ നേതൃയോഗത്തിൽ വി മുരളീധരനും അതോടൊപ്പം കെ സുരേന്ദ്രനും മാറി നിന്നതും വലിയ തരത്തിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തിൽ ഈ സംസ്ഥാന നേതൃഭാരവാഹികളുടെ പട്ടിക സംബന്ധിച്ച് പൂർണ്ണമായ സ്വാതന്ത്ര്യം എടുക്കാൻ ആരെയൊക്കെ ഒഴിവാക്കണം, ആരെയൊക്കെ കൂട്ടിച്ചേർക്കണം എന്നത് സംബന്ധിച്ചൊക്കെയും പൂർണ്ണമായും തീരുമാനമെടുക്കാൻ രാജീവ് ചന്ദ്രശേഖരന് സ്വതന്ത്രമായ അധികാരം നൽകിയിരിക്കുകയാണ് ദേശീയ നേതൃത്വം. ഇതിൽ കടുത്ത അതൃപ്തി തന്നെയാണ് നേതാക്കൾ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും ഗ്രൂപ്പ് പോരിലേക്ക് BJP വീണ്ടും കടന്നിരിക്കുകയാണ്. എന്തുകൊണ്ട് ഇവർ മാറി നിന്നു, മാത്രമല്ല പാർട്ടിയെ ദുർബലപ്പെടുത്തുന്ന പല നീക്കങ്ങളും പല നേതാക്കളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നടക്കം സംസ്ഥാന അധ്യക്ഷൻ ദേശീയ നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നീക്കവുമായി പോകുന്നത്. വി മുരളീധരനെയും അതോടൊപ്പം തന്നെ കെ സുരേന്ദ്രനെയും ഒക്കെയും പാടെ അവഗണിച്ചുകൊണ്ട് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് പൂർണ്ണ അധികാരമാണ് ഇപ്പോൾ ദേശീയ നേതൃത്വം നൽകിയിട്ടുള്ളത്. അജിംഷാദ്, തീർച്ചയായും. കാരണം രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാടുകൾ, നടപടിയോട് വലിയൊരു വിഭാഗത്തിന് BJPക്കുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങളുണ്ട്, വലിയ എതിർപ്പുകളുണ്ട്. ഒരു സ്വേച്ഛാധിപത്യ പ്രവണതയിലാണ് രാജീവ് ചന്ദ്രശേഖർ നീങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ. ഇത് അവരുടെ യോഗങ്ങളിലൊക്കെ പ്രതിഫലിക്കുന്നതാണ്. അതിനെ തുടർന്നാണ് ഈ കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരൻ്റെയും ഓടുള്ള അവഗണനയൊക്കെ കാണുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ദേശീയ നേതൃത്വം കൂടി രാജീവ് ചന്ദ്രശേഖരനോട് അടിയുറയ്ക്കുകയാണ്. അങ്ങനെയാണ് എങ്കിൽ വലിയ ഭിന്നത തുടർന്നുള്ള നിമിഷങ്ങളിൽ കേരളത്തിൽ BJP നേരിടേണ്ടി വരുമെന്നുള്ളത് ഉറപ്പാവുകയാണ്. സ്വാതി, തീർച്ചയായും കഴിഞ്ഞ തൃശ്ശൂരിൽ നടന്നിട്ടുള്ള നേതൃയോഗത്തിലടക്കം ഇരുവരും പങ്കെടുക്കാത്തത് ഇവരെ പൂർണ്ണമായും ഒഴിവാക്കിയതാണ് എന്നുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇത്തരത്തിൽ പരാതി നൽകുകയും ചെയ്തത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനോടുള്ള വലിയ മതിപ്പ് ദേശീയ നേതൃത്വത്തിനുണ്ട്. അതേസമയം തന്നെ നേതാക്കളായിട്ടുള്ള കെ സുരേന്ദ്രനും വി മുരളീധരനെയും ഒക്കെയും അവഗണിക്കുകയാണ് എന്നും, മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരൻ ഈ സംസ്ഥാന നേതൃത്വത്തിന്റെ അധ്യക്ഷനായി വന്നതിന് പിന്നാലെ തന്നെ വലിയ തരത്തിലുള്ള പൊരുത്തക്കേടുകൾ ഈ നേതൃത്വത്തിനുള്ളിൽ തന്നെ തുടരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും കടുത്ത അതൃപ്തിയിലേക്കും അതോടൊപ്പം തന്നെ ചേരിപ്പോരിലേക്കും തന്നെയാണ് BJP നേതൃത്വം പോയിക്കൊണ്ടിരിക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും ഈ ജില്ലാ തലങ്ങളിലുള്ള ഉദ്ഘാടന യോഗങ്ങളിൽ പോലും കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒഴിവാക്കുന്നതിലേക്കാണ് നീങ്ങുന്നത് എന്നൊക്കെയാണ് വലിയ വിമർശനങ്ങളായി വരുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് രാജീവ് ചന്ദ്രശേഖരനൊപ്പമാണ് BJPയുടെ ദേശീയ നേതൃത്വം എന്ന അസന്നിഗ്ധമായുള്ള പ്രഖ്യാപനം കൂടി വരുന്നത്. വലിയ പൊട്ടിത്തെറിയാണ് BJPക്കുള്ളിൽ നടക്കുന്നത്.